കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇടഞ്ഞു നിൽക്കുന്ന ഒരു ആനയുടെ പുറത്ത് മരണത്തെ മുഖാമുഖം കണ്ട് ഭീതിയോടെ ഇരിക്കുന്ന ഒരു കൗമാരക്കാരനെ ഞാൻ കണ്ടു. ഒരു കൗതുകം കാണുന്ന പോലെ ചുറ്റും കൂടി നിന്നവരിൽ പലരും അത് കണ്ട് ചിരിക്കുകയായിരുന്നു. മറ്റു ചിലർ തങ്ങളുടെ മൊബൈൽ ക്യാമറകളിൽ ആ രംഗം പകർത്തുന്നു. അന്യന്റെ ദുഃഖത്തിൽ കരുണ കാട്ടിയില്ലെങ്കിലും അത് കണ്ട് രസിക്കുവാനും പരിഹസിക്കുവാനും മാത്രം വളർന്ന വിദ്യ കൊണ്ട് പ്രബുദ്ധരായവരുടെ സ്വന്തം കേരളം. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ദേഷ്യത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ആ കൗമാരക്കാരന്റെ കണ്ണുകളിൽ ഭീതിയിൽ നിന്നും പിറവിയെടുത്താണ് എന്റെ ഈ കവിത. മതവും രാഷ്ട്രീയവുമെല്ലാം ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ കവിത ഇവിടെ സമർപ്പിക്കുന്നു. കരിവീരൻ. ചിരിയില്ല എന്ന് പറയല്ലേ പൊന്നേ, ചിരിക്കും കഴുതകൾ കണ്ടു നിൽക്കേ. ചിരിയില്ല എന്ന് പറയല്ലേ പൊന്നേ, ചിരിക്കും കഴുതകൾ കണ്ടു നിൽക്കേ. ഇനിയത്ത ചിരിയിലിന്നിവരിൽ ഒരുവനും ഉണ്ടെന്നു വരികിലും ചിരി തന്നെയല്ലേ. ഇനിയത്ത ചിരിയിലിന്നിവരിൽ ഒരുവനും ഉണ്ടെന്നു വരികിലും ചിരി തന്നെയല്ലേ. ചിരിയില്ല എന്നു പറയല്ലേ പൊന്നേ, ചിരിക്കും കഴുതകൾ കണ്ടു നിൽക്കേ. പുസ്തകമേറേണ്ട പ്രായത്തിലിന്നിവൻ ആനത്തഴമ്പേറി വന്നതല്ലേ. പാഠപുസ്തകമേറേണ്ട പ്രായത്തിലിന്നിവൻ ആനത്തഴമ്പേറി വന്നതല്ലേ. തൂലികയേന്തേണ്ട കൈകളാലിന്നിവൻ തോട്ടിയാൽ വലമിടം കാട്ടിയില്ലേ. തൂലികയേന്തേണ്ട കൈകളാലിന്നിവൻ തോട്ടിയാൽ വലമിടം കാട്ടിയില്ലേ. അതു കണ്ട് പേടിച്ചു മണ്ടുന്ന കഴുതകൾ ഇതു കണ്ടു പൊട്ടിച്ചിരിച്ചതെന്തേ. അതു കണ്ടു പേടിച്ചു മണ്ടുന്ന കഴുതകൾ ഇതു കണ്ടു പൊട്ടിച്ചിരിച്ചതെന്തേ. ചിരിയില്ല എന്ന് പറയല്ലേ പൊന്നേ, ചിരിക്കും കഴുതകൾ കണ്ടു നിൽക്കേ. ഈശനും ദേവിയും വാരണമേറുന്ന ക്ഷേത്രാങ്കണത്തിലെ കാഴ്ച കാണാം. ഈശനും ദേവിയും വാരണമേറുന്ന ക്ഷേത്രാങ്കണത്തിലെ കാഴ്ച കാണാം. അതു കണ്ട് ക്രൂശിതനായൊരു ദേവൻ കരിവീരനില്ലാതെ യാത്രയില്ല. അതു കണ്ട് ക്രൂശിതനായൊരു ദേവനും കരിവീരനില്ലാതെ യാത്രയില്ല. ആനയില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ദൈവങ്ങളെങ്ങനെ സഞ്ചരിപ്പൂ. ആനയില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ദൈവങ്ങളെങ്ങനെ സഞ്ചരിപ്പൂ. നിയമങ്ങളെന്നാൽ കണ്ണുപൊത്തട്ടെ, ഉത്സവമെന്നാൽ ഒരാന തന്നെ. നിയമങ്ങളെന്നാൽ കണ്ണുപൊത്തട്ടെ, ഉത്സവമെന്നാൽ ഒരാന തന്നെ. ഒന്നല്ല പത്തല്ല നൂറല്ല ഒരായിരം ആനയെന്നാലും മതി വരില്ല. ഒന്നല്ല പത്തല്ല
നൂറല്ലൊരായിരം ആനയെന്നാലും മതി വരില്ല. ഉയരുന്ന വില കണ്ട് കരയുന്ന മർത്യനെ തിടമ്പേറ്റി വന്ന കരി തച്ചു കൊന്നു. ഉയരുന്ന വില കണ്ടു കരയുന്ന മർത്യനെ തിടമ്പേറ്റി വന്ന കരി തച്ചു കൊന്നു. കലി തീർന്ന കരിയെ മയക്കിത്തളയ്ക്കുന്നു, ചിതറിത്തെറിക്കുന്നു ജീവിതങ്ങൾ. പിന്നെ അഴിമതി പീഡന ചൂടുകൾക്കിടയിലായി ഒരു കുഞ്ഞു കോളത്തിലമരുന്നു കണ്ണുനീർ. അഴിമതി പീഡന ചൂടുകൾക്കിടയിലായി ഒരു കുഞ്ഞു കോളത്തിലമരുന്നു കണ്ണുനീർ. അമ്പലമുറ്റത്തു വീണു വിടഞ്ഞവനെ അമ്പേ മറന്നടുത്തുത്സവം വന്നു. അമ്പലമുറ്റത്തു വീണു വിടഞ്ഞവനെ അമ്പേ മറന്നടുത്തുത്സവം വന്നു. ആക്കര ഈക്കര എൻകര ചൊല്ലിയവരെണ്ണം തികയ്ക്കുന്നു 101. ആക്കര ഈക്കര എൻകര ചൊല്ലിയവരെണ്ണം തികയ്ക്കുന്നു 101. മനുജന്നു നിൽക്കുവാനിടമില്ല എങ്കിലും, മനുജന്നു നിൽക്കുവാനിടമില്ല എങ്കിലും ഗജരാജ നിറയേണം ക്ഷേത്രഭൂവിൽ. മനുജന്നു നിൽക്കുവാനിടമില്ല എങ്കിലും ഗജരാജ നിറയേണം ക്ഷേത്രഭൂവിൽ. ആടിത്തിമിർക്കുവാൻ മദ്യം മണക്കണം, കാതടപ്പിക്കുന്ന കമ്പം കനക്കണം. മതപ്പാടുമാറാത്തൊരുറ്റനാം കൊമ്പന്റെ മതമിളകി വിനവിതറിയാകെ തകർക്കണം. ആടിത്തിമിർക്കുവാൻ മദ്യം മണക്കണം, കാതടപ്പിക്കുന്ന കമ്പം കനക്കണം. മതപ്പാടുമാറാത്തൊരുറ്റനാം കൊമ്പന്റെ മതമിളകി വിനവിതറി ആകെ തകർക്കണം. അതു കണ്ട് ദേശം ഭരിക്കുന്ന മുഖ്യൻ ദുരിതത്തിലെറിയും കിഴിവിതറും. അതു കണ്ടു ദേശം ഭരിക്കുന്ന മുഖ്യൻ ദുരിതത്തിലെറിയും കിഴിവിതറും. ചേർക്കുവാനാകുമോ ഗാന്ധിത്തലകൾക്ക് കീറി മുറിച്ചൊരാവിങ്ങലുകൾ? ചേർക്കുവാനാകുമോ ഗാന്ധിത്തലകൾക്ക് കീറി മുറിച്ചൊരാവിങ്ങലുകൾ?
ഗുരുവായൂരപ്പ 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 நான் கொண்ட காதலுக்கு நீ தானே சாட்சி சொன்ன வீதம் என்ன நான் போகும் பாதை என்னாலும் உன் பாதை பாதையுனக்கு சொன்ன வீதம் என்ன நான் போகும் பாதை என்னாலும் உன் பாதை மாற்றம் கரையில் தெய்வீக குரலில் ஒரு பாசிசைக்கே அரங்கேற்றம் அலைத்தாலும் என்று வந்தார் குருவாயூரப்பா நான் கொண்ட காதலுக்கு நீ தானே சாட்சி ചൂണ്ടുവാൻ തയ്യാറായിരിക്കുക. വേഗവിരൽ ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായിരുന്നു, വളർന്നപ്പോൾ കുട്ടിയായി. ഉത്തരമില്ലേ? കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി ശരി ഉത്തരം. ഉത്തരം നോക്കി പറയാട്ടോ. ഓക്കെ ഓക്കെ. ചോദ്യം ചോദിച്ചാൽ കേട്ട് മാത്രം പറ. അടുത്ത ചോദ്യം ചോദിക്കും.
കുഞ്ഞായിരുന്നപ്പോൾ ഇട്ട ഡ്രസ് വലുതായപ്പോഴും ഇടുന്നു. ടെന്നീസ് കളിക്കാൻ സാനിയ മിർസ. ഉത്തരം ശരിയാണ്. കടന്നു വരാം ആ ഉത്തരം പറഞ്ഞ വ്യക്തിക്ക് ഒന്ന് പ്രോത്സാഹനം അടിച്ച. എന്താണ് പേര്? എന്റെ പേര് ബാബു ഫ്രം കൊച്ചിൻ. ബാബു ഫ്രം കൊച്ചി. അതെ, ബാബു from കൊച്ചി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ല് വരികയാണ്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനാ? കൊയിലാണ്ടി കണ്ടവനാ ബാബു ഫ്രം കൊച്ചിൻ. അതാണ് ബാബു ഫ്രം കൊച്ചി. അതെ സാറേ, ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. പറയൂ. സാറിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭാര്യ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണമെന്ന് ബാബുവിന് ആഗ്രഹം. എടുത്തോളൂ, എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോളൂ. എന്നിട്ട് എന്റെ ഫോട്ടോ ഒന്ന് എടുത്തേ. കുഴപ്പമില്ല, ഇത് മതി. ബാക്കിയുള്ളവനൊക്കെ പിന്നെ എടുത്തോളും കേട്ടോ. എന്റെ ഫോട്ടോ. അപ്പൊ സാറേ, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമിലേക്ക് കിടക്കാം. ബാബു അതെല്ലാം പോട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വ്യക്തി ആരാണ്? മറക്കാനാവാത്ത എന്റെ അമ്മ. അമ്മ, മാതൃസ്നേഹം തുളുമ്പുന്ന അമ്മ. മാതൃസ്നേഹം തുളുമ്പാണ്. എവിടെ അമ്മയുടെ കാലി അനുഗ്രഹം തൊട്ടിട്ട് ഞാൻ എവിടെ ഇറങ്ങത്തോളൂ വന്നത്? എവിടെ ഇറങ്ങത്തോളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് അമ്മയെ കൂടി ക്ഷണിച്ചുകൂടായിരുന്നു? അത് പറ്റത്തില്ല. അമ്മ മെഡിക്കൽ കോളേജിൽ കിടക്കുക. മെഡിക്കൽ കോളേജിലോ? എന്തു കാര്യം? ഇന്നലെ എനിക്ക് സാമാനം ഉപ്പ് പറഞ്ഞാൽ 4 മണിക്കൂർ ഒറ്റ ചവിട്ട് കൊടുത്ത് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കിടക്കാണ്. അതിനെടുത്തോണ്ട് ഇവിടെ വരാൻ പറ്റുമോ? അതാണ് ബാബുവിന്റെ മാതൃസ്നേഹം. അതെല്ലാം പോട്ടെ, നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക്. വേറെ വീട്ടുകാരുണ്ട്. വീട്ടുകാരുണ്ടല്ലോ. പിന്നെ അത് ഓക്കെ. അച്ഛന്റെ പേര് പറയൂ. അച്ഛന്റെ പേരാ? കുഴക്കണ ചോദ്യമാണല്ലോ. അച്ഛന്റെ പേര് ഓർമ്മയില്ലാത്ത ബാബു. ദിവാകരനല്ല, ദീപും അല്ല. ഇത് എങ്ങോട്ട് പോണേ എന്തോ. ഒരു കാര്യം ചെയ്യ്, ലൈഫ് ലൈൻ. അച്ഛന്റെ പേര് ലൈഫ് ലൈൻ. എന്റെ അച്ഛന്റെ പേര് തുറച്ചുകള. അതൊന്നും വേണ്ട. 5 ലക്ഷം രൂപയുടെ ആദ്യത്തെ ചോദ്യം ഞാൻ 5 ലക്ഷം രൂപ കമ്പ്യൂട്ടർ നോക്കട്ടെ. ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. ഷിറ്റ് എന്ന പദം സിനിമയിൽ ആദ്യമായി ഉച്ചരിച്ച നടൻ ആര്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഗുരുജി. ഓപ്ഷൻസ് പേടിപ്പിക്കണ്ട. ഈ പോയ സാധനം ഏതാണ്? അമ്മാവനാ. ഈ പോയ സാധനം കടിക്കോ? കടിക്കോ? കടിച്ച വിഷയമാണ്. 18 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി. അപ്പൊ ഓപ്ഷൻ വന്നു കഴിഞ്ഞു. എ ഭരത് ഗോപി, ബി ചില്ലി ഗോപി, സി സുരേഷ് ഗോപി. കുഴക്കണ ചോദ്യമാണ്, നടക്കണ ലക്ഷ്യമുള്ള. ഒരു കാര്യം ചെയ്യ്, ഓഡിയൻസ് പൂൾ വേണം. ഓഡിയൻസ് പൂളോ? ഓഡിയൻസ് പൂളല്ല, ഓഡിയൻസ് പൂള് വേണം. ഓഡിയൻസ് പൂളല്ല, ഓഡിയൻസ് പൂൾ. എന്തെങ്കിലും ചോദിക്കൂ, കൊടുക്കാം. ഓഡിയൻസ്, ഇതാ ചോദ്യം. അടിപൊളി വന്നു കഴിഞ്ഞു ഉത്തരം. പറഞ്ഞോ. ഭരത് ഗോപി 30% മാർക്ക്, ചില്ലി ഗോപി 80%, സുരേഷ് ഗോപി ഒന്നുമില്ല. ഇതെവിടെ പരിപാടിയാ? ഒരു നടന്റെ രോദനം കാണണം കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഒരു ഇടവേള എടുത്താലോ? ഒരു ഷോർട്ട് ബ്രേക്ക്. പോയി ദാ വന്നോ. ഞാൻ വീട്ടിൽ പോകും. ഞാൻ കളിക്കുന്നില്ല. 10 ലക്ഷം രൂപയുടെ ചോദ്യം. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ചോദ്യം. ചോദിച്ചോ. ലോകത്തിൽ ഏറ്റവും തൊലിക്കട്ടിയേറിയ മൃഗം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഗുരുജി പ്ലീസ്. ഓപ്ഷൻസ് വീണ്ടും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അണ്ടാരക്കാലിനെ പിന്നെ എന്തിനാണ് കെട്ടിയെടുക്കണത്? അങ്ങനെ വേറെ പിന്നെയും കയറി പറഞ്ഞു. ഓപ്ഷൻസ് കിട്ടിയാ? ഓപ്ഷൻസ് കിട്ടിയാ? എന്നാ പോട്ടെ, ഗുരുജി പോട്ടെ. സാറേ ഒരു കാര്യം, നമുക്ക് വിളിച്ചു ചോദിക്കാം. ഫോണെ ഫ്രണ്ടിൽ ഒന്ന് വിളിച്ചു ചോദിക്കാം. ഫോൺ എടുത്തു. ഫോണെ ഫ്രണ്ട്. ആരെയാണ് താങ്കൾ വിളിക്കുന്നത്? ഫ്രീക്ക് സോണിലെ വിഷ്ണുവിനെ ഒന്ന് വിളിക്കണം. ഹലോ, വിഷ്ണു ഫ്രീക്ക് സോൺ പുല്ലൂരാണോ? അതെ, ഇത് ഞാനാണ്, സുരേഷ് ഗോപി. തലയിപ്പിക്കണോ? വിഷ്ണു, വിഷ്ണു. ആടാ പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോ സിവിലി വലിയ തള്ളില്ലായിരുന്നല്ല. നീ എന്റെ ഫ്രണ്ട് ഇരിക്കല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു കുറഞ്ഞ പൈനും കൂടെ എടുത്തരും കേട്ടാ. ഓക്കെ എങ്കിൽ അതിന്റെ ഓപ്ഷൻ പറഞ്ഞില്ലല്ലോ. ഓപ്ഷൻ പറഞ്ഞില്ല. എടാ പിന്നെ ലോകത്തിലെ ഏറ്റവും കട്ടി കൂടിയ മൃഗത്തിന്റെ പേര് ആന, ആമ, പിന്നെ കാണ്ടാമൃഗം. ഏതാന്ന് വെച്ചാ പറ. ശരി. വിഷ്ണു പറഞ്ഞു ഇത് 3 പറയണ്ടാന്ന്. ആനയും
ആമയും കാണ്ടാമൃഗം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഏത് മൃഗമാണ്? കാണ്ടാമൃഗമല്ലേ. ലോകത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുള്ള മൃഗം സന്തോഷ് പണ്ഡിറ്റ് അല്ലാതെ വേറെ ആരാണ്? സോറി ക്ഷമിക്കണം. അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. സമ്മാനം നിനക്ക് തന്നിരിക്കുകയാണ്. ഇനി അടുത്തതായി 50 ലക്ഷം രൂപയുടെ 50 ലക്ഷം ചോദ്യമാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ പറയാം. ചോദിക്കട്ടെ. അണ്ണാറക്കണ്ണന്റെ കയ്യിൽ നിന്നും അത് പോയി. പോയേ. അണ്ണ എന്തിനാടാ ഇതൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുന്നേ? മാങ്ങാണ്ടി. ഓപ്ഷൻ പറഞ്ഞു. ഗുരുജി വിളിക്കണോ? ഞാൻ ഗുരുജിയെ വിളിക്കണ്ട. ഇനി കാലമ്പടം വന്നു കഴിഞ്ഞാൽ മാങ്ങാണ്ടി, തേങ്ങാണ്ടി, മുനിയാണ്ടി. ഇപ്പൊ ഇത്രേ ഉള്ളു. അതെ, ഇനി വേറൊന്നുമില്ല. എന്റെ അമ്മ ഇത് കിട്ടിയാൽ എന്നെ അമ്മ 50 ലക്ഷം. എന്റെ അമ്മയൊന്ന് വിളിച്ചു പറയണം. ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ. അമ്മ ഫോൺ കൊടുത്തേ. അമ്മ, ഹലോ. കഷ്ടപ്പെട്ട് ഇത്ര തന്നെ വളർത്തിയില്ലേ? വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടല്ലേ വളർത്തിയത്? കുഴപ്പമില്ല, ഇപ്പൊ 50 ലക്ഷം കിട്ടും. ഞാൻ മേടിക്കുന്ന വീട്ടിൽ നിന്ന് പണിക്ക് കേട്ടാ. വേറെ പണിക്ക് പോണ്ട. ശരിയെങ്കിൽ ഓക്കെ. പരിപാടിയാ പറയുന്നത്. ഇതേ, ഈ 50 ലക്ഷം രൂപ 10 രൂപ വണ്ടി കാശ് ഞാൻ എടുക്കും. ബാക്കി ഉണ്ടായിരുന്നതെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാം. ഈ 50 ലക്ഷം രൂപ താങ്കൾക്ക് കിട്ടിയാൽ 10 രൂപ വണ്ടി കാശ് 10 രൂപ മാത്രം താങ്കൾ എടുക്കും. 10 രൂപ മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയെങ്കിൽ ബാബു ശ്രീ കൊച്ചിൻ, ഞങ്ങളൊരു വ്യക്തിയെ, ഒരു പാവപ്പെട്ടവനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കയറി വരൂ രാജൻ. കയറി വരൂ രാജൻ. ഓടിയോ? അദ്ദേഹമാണ്. 50 ലക്ഷം കിട്ടണേ ഈ ഷട്ടൊക്കെ ഊരിക്കള. ഇനി നിനക്കൊന്നും വേണ്ട. ശർവാണി കൊടുക്കാൻ നിനക്ക്. ശർവാണിയെ കൊടുക്കാം. അതൊക്കെ കൊടുക്കാന്ന്. നിനക്ക് ഇന്ന് 50 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ബാക്കി ഞാൻ തരികയല്ലേ. പേടിക്കണ്ട രാജൻ. ഇനി ചോദിക്കും. കൊടുത്തോളൂ രാജൻ. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞോട്ടാ. ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു. മാങ്ങാണ്ടി, തേങ്ങാണ്ടി, മുനിയാണ്ടി. മുനിയാണ്ടി. അടിപൊളിയാണ് കേട്ടാ. നമ്മളെ കൊണ്ടുപോയി. ബാബു ഇത്രയും വരെ വന്നിട്ടും ഓപ്ഷൻസ് ചോദിക്കണ്ടേ? നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് ലൈൻ ഉണ്ട്. ഓക്കെ, ഗുരുജി കൊടുക്കാമല്ലോ. ഗുരുജി ഓപ്ഷൻ മുനിയാണ്ടി. ബാബു കൊച്ചിൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞാനും എന്റെ കുടുംബവും ബാക്കിയുള്ള എല്ലാവരും ഉത്തരം പറയുകയാണ്. ഉത്തരം വളരെ തെറ്റാണ്. നീ ഇങ്ങ് വന്നേ ബാബു, ഇങ്ങ് വന്നേ. അങ്ങോട്ട് പോകാനുള്ള 10 രൂപ നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. എന്റെ കയ്യിലും ഇല്ല. എന്നാ പോ. ഭാഗ്യവന്റെ അണ്ടറിന്റെ വള്ളിയിലൊന്നും പിടിച്ചു വലിക്കാഞ്ഞത്. എന്റെ അതെ, ഒരു 10 രൂപ വണ്ടി കാശ് എനിക്ക്. എന്തിനാണ്? ഇല്ലേ 10 രൂപ വണ്ടി കാശ് എന്തിനാ? ഇല്ല, പോണെങ്കിൽ പോ. നീ വീട്ടിൽ പോ. നീ വീട്ടിൽ പൊക്കോ. 10 രൂപ അല്ലടാ, നിനക്ക് ഇത് കൂടി തരാം. ഈ ചെറിയ പ്രോഗ്രാമില് വലിയ ആദരവുകൾ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറിയ സ്കിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി തുടർന്നെത്തുന്നത് ഇന്ത്യൻ സിനിമാ വേദിയിലെ പ്രഗത്ഭരായ താരങ്ങളുടെ ശബ്ദവിന്യാസങ്ങളാണ്. ഒന്ന് ഉണർന്നേ, പുനലൂർ ഒന്ന് ഉണരട്ടെ. ഒരു കയ്യടി. വൈകിയ വേളയാണ്. ആരവങ്ങൾ ഉണ്ടാവെങ്കിലേ അത് ഉത്സവമായി മാറുകയുള്ളൂ. ദയവ് ചെയ്ത് നല്ലൊരു കയ്യടി പ്ലീസ്. നിങ്ങൾക്കും കയ്യടിക്കാം. ഈ വേദിയിൽ അരങ്ങേറിയത് ഒട്ടനവധി വേദികൾ പങ്കിട്ടിട്ടുള്ള കലാകാരന്മാരുടെ കലാസൃഷ്ടികളൊന്നുമല്ലായിരിക്കാം. എങ്കിലും ഈ വേദിയിൽ വന്നെത്തിയ കലാകാരന്മാരെ ഇരു കൈകളുടെ ശബ്ദം അത് കരഘോഷമാക്കി മാറ്റി അവരുടെ മനസ്സുകളിലേക്ക് പുതിയ ഒരു കലാസൃഷ്ടിയെ സൃഷ്ടിച്ച് എടുക്കുന്നതിന് വേണ്ടി വേണ്ട പ്രോത്സാഹനം നൽകേണ്ടത് ഈ ആസ്വാദക വൃന്ദങ്ങളാണ്. ചിരട്ടയും മണ്ണും കൊണ്ട് കഞ്ഞിയും കറിയും വെച്ച് പ്ലാവിലകൾ കൊണ്ട് തൊപ്പിയുണ്ടാക്കി കളിച്ചു വളർന്നു പോകുന്ന ബാല്യകാലം മുതൽ 1000 പൂർണ്ണ സൂര്യചന്ദ്രോദയങ്ങൾ ദർശിച്ച് വാർദ്ധക്യം വരെ മനുഷ്യനും കലയും തമ്മിൽ ഇണപിരിയാത്തൊരു ബന്ധമുണ്ടായിരുന്നു. കലയെയും കലാകാരന്മാരെയും അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ആസ്വാദകരായ നിങ്ങളുടെ കരങ്ങളാണ്. ആ കരങ്ങളുടെ ശബ്ദം ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി പ്ലീസ്. താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, ഈ വേദിയിലൂടെ ചില താരങ്ങളുടെ രൂപഭാവങ്ങളും അതിലുപരി ശബ്ദ ക്രമീകരണങ്ങളും കടന്നെത്തുകയാണ്. നിങ്ങളുടെ മനോഹരമായ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യം ഈ വേദിയിലേക്ക് കടന്നെത്തുന്നത് ഇന്ത്യൻ സിനിമയിലൂടെ മലയാളത്തിന് അഭിമാനിക്കുവാൻ കഴിയുന്ന, മലയാളത്തിന്റെ മേജറായി മാറിയ, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ഭരത് മോഹൻലാൽ.
जैसे हरामी लोगों को कभी सामने आके वार करने का हिम्मत नहीं है, मगर हम हिंदुस्तानी कभी पीछे से वार नहीं किया। मेरा जैसा हजारों हरामियों के लिए मेरा जैसा एक हिंदुस्तानी कमांडो काफी है, क्योंकि उसमें 100 करोड़ हिंदुस्तानियों का आशीर्वाद का खून बह रहा है। तुम जैसे लोगों के लिए बंदूक का जरूरत नहीं है, मेरा हाथ ही काम। താങ്ക് യു, താങ്ക് യു. നല്ലൊരു കൈയടി ഉണരട്ടെ പുനലൂർ, പ്ലീസ്. നല്ലൊരു കൈയടി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. തുടർന്ന് മറ്റൊരു കലാകാരനെ ഈ പ്രതിഭാസംഗമ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത മിമിക്സ് മാമാങ്കം എന്ന പ്രോഗ്രാമിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി കേരളക്കരയിൽ ഒട്ടനവധി പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് കൂടി ശ്രദ്ധേയനായി മാറിയിരിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ മഹേഷ് കാർത്തിക് ഫ്രം കായംകുളം. വെൽക്കം.